ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആകുന്ന ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ വീഡിയോസുമായിട്ടാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുട്ടയുടെ തോട് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ മുട്ടേനെ കൊണ്ടുള്ള എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കും. നമ്മളത് മുട്ടത്തോടൊക്കെ കളയാറാണല്ലേ പതിവ്. അപ്പോൾ ഇനി വലിച്ചെറിയാതെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് പുഴുങ്ങിയ മുട്ടയുടെ തോടാണ് കേട്ടോ. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേവിക്കാത്ത മുട്ടയുടെ തോടും എടുക്കാവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾ വേവിക്കാത്ത മുട്ടയുടെ തോടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊന്ന് കഴുകിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി ഈ മുട്ടത്തോടൊക്കെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടത്തോട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിതാ മിക്സിയുടെ ജാറിലോട്ട് മുട്ടത്തോടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഡിഷ് വാഷ് ലിക്വിഡാണ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷ് ലിക്വിഡ് ഏതായാലും നമുക്ക് ഇതിലോട്ട് യൂസ് ചെയ്യാം. ഇനി ഞാൻ ഈ ലിക്വിഡ് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഞാനിതാ മിക്സിയുടെ ജാറിലോട്ട് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ്. ഈ വിനാഗിരി കൂടി നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒഴിച്ച ഡിഷ് വാഷ് ലിക്വിഡ് ഗ്രീൻ കളർ ആയതുകൊണ്ടാണ് ഈ ഒരു കളർ വരാൻ കാരണം. ഇനി ഇത് നമുക്ക് പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോട്ട് മാറ്റി കൊടുക്കാം. ഇപ്പം ഞാനിത് ഇതുപോലുള്ള ഡബ്ബയിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇപ്പം ഞാനിതെല്ലാം ഡബ്ബയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളും അലൂമിനിയം പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമ്മുടെ അലൂമിനിയം പാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളൊക്കെ കഴുകുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പാത്രത്തിന് നല്ലൊരു തിളക്കം തന്നെ കിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ അടുപ്പിലൊക്കെ വെച്ചിട്ടുണ്ടാകുന്ന കരി പിടിച്ച പാത്രങ്ങളുണ്ടല്ലോ, അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ ആ കരിയൊക്കെ മാറും കേട്ടോ. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഇതുപോലെ യൂസ് ചെയ്ത് നോക്കണം. നല്ലൊരു റിസൾട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ കരി പിടിച്ച പാത്രങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് മുട്ടത്തോട് കിട്ടുന്ന ടൈമിൽ ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് ഇതുപോലുള്ള കണ്ടെയ്നറിൽ, പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്തതിന് ശേഷം പിന്നെയും അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. ആപ്പിളൊക്കെ കൊണ്ടുവന്നിട്ടാകുമ്പോൾ ഫ്രിഡ്ജിലോട്ട് സൂക്ഷിക്കാറുണ്ടല്ലേ. അപ്പോൾ അത് നമ്മൾ പിന്നീട് എടുക്കുമ്പോൾ നല്ല തണുപ്പായിരിക്കും അല്ലേ. ആ ഒരു തണുപ്പ് കാരണം നമുക്ക് കഴിക്കാനും പറ്റത്തില്ല. ഇൻ കേസ് നമ്മളെടുത്ത് പുറത്ത് വെച്ചിരുന്നാലും അത് പെട്ടെന്നൊന്നും അതിൻ്റെ തണുപ്പ് നമ്മൾ ആപ്പിളിൽ നിന്ന് വിട്ട് കിട്ടാറുമില്ല. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഉപ്പാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം നിറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു വെള്ളത്തിലോട്ട് നമുക്ക് ആ ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ആപ്പിൾ ഇട്ട് കൊടുക്കാം. ഇതുപോലെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതുപോലെ ഒരു 2 മിനിറ്റോളം നമുക്ക് ഈ ഒരു ആപ്പിൾ ഇതിലോട്ട് മുങ്ങിക്കിടക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആപ്പിളിലുള്ള തണുപ്പ് പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി തണുത്ത ആപ്പിളൊക്കെ ഉണ്ടെങ്കിൽ ആപ്പിളിൻ്റെ തണുപ്പ് മാറാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പം മഴയുടെ സീസണാണ്. അപ്പോൾ അന്തരീക്ഷത്തിലൊക്കെ ഈർപ്പം തങ്ങി നിൽക്കുന്ന ടൈമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പപ്പടമൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് തണുത്ത് പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പപ്പടമൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടാകുമ്പം അത് പെട്ടെന്ന് തണുത്ത് പോകാതിരിക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പപ്പടമൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറിലോട്ട് ഇട്ട് വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്നൊന്നും തണുത്ത് പോകത്തില്ല കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക് കവറിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ആ പപ്പടത്തിൻ്റെ ആ ഒരു എണ്ണയുടെ ചൂടൊക്കെ വിട്ടുമാറിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. മാത്രമല്ല ഈ പ്ലാസ്റ്റിക് കവർ തന്നെ വേണമെന്നില്ല കേട്ടോ. അതിന് പകരമായിട്ട് നമ്മുടെ പപ്പടമൊക്കെ കൊള്ളുന്ന രീതിയിലുള്ള വലിയ ബോക്സോ കണ്ടെയ്നറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കവറിലോട്ട് ഞാൻ പപ്പടം മൊത്തം ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഞാനിത് പപ്പടമൊക്കെ കവറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് എയറൊന്നും കടക്കാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് കെട്ടിവെക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് നമ്മുടെ ഫുഡൊക്കെ കഴിക്കുമല്ലോ, ആ ഒരു ടൈം മാത്രം ഓപ്പൺ ചെയ്താൽ മതി. ഒട്ടും തണുത്തൊന്നും പോകാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്പടം തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് മിക്കവർക്കും അറിയാവുന്നതായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ കുറച്ചധികം സവാളയൊക്കെ വാങ്ങാറുണ്ടല്ലേ. പ്രത്യേകിച്ച് വിലക്കുറവുള്ള ടൈമൊക്കെ ആണെങ്കിൽ കുറച്ചധികം തന്നെ വാങ്ങി വെക്കാറുണ്ട്.
അപ്പോൾ ആ ഒരു ടൈം നമ്മുടെ സവാള പെട്ടെന്ന് മുളച്ചു പോകാതിരിക്കാനും പെട്ടെന്ന് ചീത്തയായി പോകാതിരിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള അരിപ്പക്കയിലാണ് കേട്ടോ. ഇനി ഞാൻ ഈ സവാളയുടെ വേര് വരുന്ന ഭാഗം ഈ ഒരു അരിപ്പക്കയിലോട്ട് ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കാൻ പോവാണ്. ഇതുപോലെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ നമുക്ക് എല്ലാ സവാളയും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇപ്പം ഞാനിത് സവാളയൊക്കെ കമഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഈ ഒരു അരിപ്പക്കയിൽ ഫ്ലെയിമിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മാത്രം മതി. നമ്മുടെ സവാളയുടെ വേരൊക്കെ ജസ്റ്റ് ഒന്ന് കരിഞ്ഞ് കിട്ടണം കേട്ടോ. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒത്തിരി ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ സവാള മൊത്തത്തിൽ അങ്ങ് കരിച്ചെടുക്കാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ആ വേര് മാത്രം ഒന്ന് കരിഞ്ഞ് കിട്ടിയാൽ മതി. ഇപ്പം ഞാൻ ആ വേരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സവാള ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നൊന്നും മുളച്ചൊന്നും പോകത്തില്ല കേട്ടോ. അത് പെട്ടെന്ന് മുളക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സവാളയുടെ ആ വേരൊന്ന് കരിച്ചെടുക്കുന്നത്. അപ്പോൾ വിലക്കുറവുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ഒത്തിരി സവാളയൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ സവാള ഒത്തിരി നാൾ കേടുകൂടാതിരിക്കും, മുളച്ചൊന്നും പോകത്തില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. നമ്മുടെ വീടുകളിൽ ഒത്തിരി നേരിടുന്ന പ്രശ്നമാണല്ലേ ഈച്ച ശല്യം എന്നുള്ളത്. അപ്പോൾ വീട്ടമ്മമാർക്കായിരിക്കും പ്രധാന തലവേദന. പ്രത്യേകിച്ച് നമ്മുടെ മാങ്ങയുടെയും ചക്കയുടെയൊക്കെ സീസൺ ആകുമ്പോഴേക്കും ഈച്ച ശല്യം ഒത്തിരി അങ്ങോട്ട് കൂടി വരും അല്ലേ. അപ്പോൾ ഈച്ചയെ നമുക്ക് പെട്ടെന്ന് തന്നെ തുരത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനുള്ള ടിപ്സാണ് എടുത്തത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് പുൽത്തൈലാണ്. ഇത് നമ്മുടെ സാധാരണ കടകളിലൊക്കെ ചോദിച്ചാൽ കിട്ടും കേട്ടോ. ഇപ്പം ഞാനിത് തറ തുടക്കാനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പുൽത്തൈലം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കുപ്പിയുടെ അടപ്പിൽ ഒരു അടപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ആ ഒരു അടപ്പിൽ നിറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനിത് തറ തുടക്കുന്ന വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ പുൽത്തൈലം ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ കല്ലുപ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. നിങ്ങൾ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ ഓവറായിട്ട് ചേർത്ത് കൊടുക്കാൻ പാടില്ല. 1 ടേബിൾ സ്പൂണോളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ ഒരു വെള്ളം വെച്ചിട്ട് നമ്മൾ തറ തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈച്ച ശല്യം ഒട്ടും ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാനിത് ഒത്തിരി നാളായിട്ട് ട്രൈ ചെയ്ത് വരുന്ന ടിപ്സാണ് കേട്ടോ. വീട്ടിൽ ഒത്തിരി ഈച്ച ശല്യമൊക്കെ തോന്നുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ടിപ്പാണ് ട്രൈ ചെയ്യാറ്. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പം ആ ഒരു ടൈം ഈച്ച ശല്യം ഒത്തിരി കൂടുതലായിരിക്കും അല്ലേ. ആ ഒരു ടൈമൊക്കെ നമ്മൾ ഇതുപോലെ തുടച്ചെടുക്കുകയാണെങ്കിൽ ഈച്ച ശല്യം ഒട്ടും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഈ ഒരു പുൽത്തൈലം 1 ടേബിൾ സ്പൂൺ എടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടക്കുകയാണെങ്കിൽ ആ ഒരു കൗണ്ടർ ടോപ്പിലുള്ള ഈച്ച ശല്യമൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഈച്ച ശല്യം കൂടുതലുള്ള ടൈമിൽ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. നമ്മൾ സാധാരണ ഇതുപോലെ തേങ്ങയൊക്കെ ഉരിച്ച് വെക്കാറുണ്ട് അല്ലേ. അത് മാത്രമല്ല നമ്മൾ മാർക്കറ്റിലൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് തേങ്ങ കിട്ടാറുള്ളത്. അപ്പോൾ ഇത് ഒത്തിരി നമ്മൾ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നീട് നമ്മൾ ചിരകുന്ന ടൈമിൽ അതിൻ്റെ ഒരു ചിരട്ട പെട്ടെന്ന് ഇളകി പോകാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ വാങ്ങുന്ന ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉരിച്ചെടുക്കുന്ന ടൈമിൽ ഇതുപോലുള്ള പാത്രത്തിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലോട്ട് നമ്മുടെ തേങ്ങ ഇറക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ തേങ്ങ ചിരകുന്ന ടൈമിൽ തേങ്ങയുടെ ചിരട്ട ഇളകി പോകുന്ന ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത് 1 ദിവസത്തേക്ക് മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതായത് നിങ്ങൾ തേങ്ങ ചിരകുന്നതിൻ്റെ തലേ ദിവസം ഇതുപോലെ ചെയ്തു വെച്ചാൽ മതി കേട്ടോ. ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് തോന്നുന്നത് ചൂടുള്ള സമയങ്ങളിലാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. നമുക്കറിയാം ചെറിയുള്ളി നമ്മൾ മാർക്കറ്റിൽ വാങ്ങുമ്പോൾ തന്നെ നമ്മുടെ തലവേദന എന്ന് പറയുന്നത് ചെറിയുള്ളി എങ്ങനെ വൃത്തിയാക്കും എന്നുള്ളതാണല്ലേ. എന്നാൽ ചെറിയുള്ളി ഇട്ട് വെച്ച കറിക്കാണെങ്കിൽ അപാര ടേസ്റ്റ് വേണം. അപ്പോൾ ചെറിയുള്ളി ക്ലീൻ ആക്കേണ്ട മടി കാരണം നമ്മുടെ കറികളിലെ ടേസ്റ്റിൽ വിട്ടുവീഴ്ച വരുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒത്തിരി പറഞ്ഞ് ബോറടിപ്പിക്കുന്ന ടിപ്പിലോട്ട് കിടക്കാം. ഇപ്പം ഞാനിത് നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചെറിയുള്ളിയുടെ മുകളിലും താഴെയായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. മുകൾ ഭാഗത്തും പിന്നെ അതുപോലെ തന്നെ താഴെ ഭാഗത്തും കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 ഭാഗത്തും കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാനിതെല്ലാം അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് 2 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കാം. ഇപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് തൊലി കളയുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ തൊലി എടുക്കാൻ വേണ്ടി പറ്റും.
നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിൽ ആദ്യം തന്നെ ഇതുപോലെ ചെറിയുള്ളിയുടെ 2 ഭാഗവും കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതിലോട്ട് സാധാ വെള്ളത്തിന് പകരം ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ തൊലിയോട് കൂടിയുള്ള ഈ വെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ചെടികളിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും, നല്ലൊരു ഫെർട്ടിലൈസറാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മൾ ഇതുപോലുള്ള ടാപ്പൊക്കെ യൂസ് ചെയ്യുമ്പം അതിൻ്റെ സ്റ്റാർട്ടിങ് കിട്ടാനായിട്ട് നമ്മൾ ഒത്തിരി തരാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ടാപ്പ് ഉപയോഗിക്കുന്ന ടൈമിൽ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് അതിൻ്റെ സ്റ്റാർട്ടിങ് കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.